ഹലോ ഹായ് ഇന്ന് നല്ല വർക്കുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് ചങ്ങനാശ്ശേരി കോണ്ടൂർ ബാക്ക് വാട്ടർ റിസോർട്ടിലായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കോണ്ടൂർ നേരെ ഓപ്പോസിറ്റ് ചേച്ചിയുടെ ചായക്കടയിൽ വന്നിട്ട് അവിടെ വന്നപ്പോഴേക്കും നല്ല ചൂടുള്ള പഴംപൊരിയും പരിപ്പോടെ ഇരിക്കുന്നു. ചൂട് പഴംപൊരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴംപൊരി തന്നെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു നല്ല ഊസിട്ടൊരു ചായയും കൂടെ ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് നല്ല പഴംപൊരിയും കാഴ്ചയും കണ്ടങ്ങനെ നിന്നു. ചേച്ചി അപ്പോഴേക്കും നല്ല ടേസ്റ്റുള്ള ചായ അപ്പം തന്നെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. നല്ല ചേച്ചിയാണ്, വളരെ നല്ല കമ്പനിയുണ്ട്. അവർ കുറേ കാലങ്ങളായിട്ട് അവിടെ തന്നെ ഷോപ്പ് നടത്തുന്നതാണ്. നമ്മളായിട്ട് നല്ല കമ്പനിയാണ്. അപ്പം അങ്ങനെ ബൂസ്റ്റ് ഇട്ട ചായ റെഡി. അങ്ങനെ ഞങ്ങൾ ചായയും കഴിച്ചതാ തിരിച്ച് വീണ്ടും കൊണ്ടുപോയിക്ക് വന്നപ്പോഴേക്കും അവർ ജ്യൂസ് കൗണ്ടറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഗസ്റ്റ് വന്നിട്ടില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒന്നും ഒരു ജ്യൂസ് സെറ്റ് ചെയ്തില്ല. എന്നാലും അത്യാവശ്യം വാട്ടർ മെലൺ, പപ്പായ, അതുപോലെ തന്നെ മിൻറ്റ്, അങ്ങനെ വെറൈറ്റി ഐറ്റംസോടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ സ്നാക്സിൻ്റെ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൽ ഗസ്റ്റ് വന്നിട്ടില്ലായിരുന്നു, സോ അതുകൊണ്ട് തന്നെ സ്നാക്സ് കൗണ്ടർ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. 3 കൗണ്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിരിക്കുന്ന എം ഡെക്കറേഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആണ് ചങ്ങനാശ്ശേരിയുള്ളത്. അങ്ങനെ എൻ്റെ ഹോളിനുള്ളിലേക്ക് കയറിയപ്പോഴേക്കും അവർ എല്ലാ ടേബിളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തിങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ടേബിളൊക്കെ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും ഫ്രൂട്ട്സും പിന്നെ ഉള്ളത് പൈസ, അങ്ങനെ കുറേ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഫാമിലി ടേബിളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റേജ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊണ്ടൂരിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ബാക്ക് വാട്ടർ റിസോർട്ട് തന്നെയാണ്. എനിക്ക് അത്യാവശ്യം ഇവിടെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടൂർ വന്നിട്ടുണ്ട്. ഞാൻ ഫ്രീ ടൈം ആയപ്പോഴേക്കും ബാക്കിലേക്കൊക്കെ ഇറങ്ങി അത്യാവശ്യം 1-2 ഫോട്ടോസ്